Hey all, welcome to new video. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഒരു PSC സീരീസ് ആരംഭിക്കുകയാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് PSCയുടെ ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ, 10th ലെവൽ 3 ലെവൽ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന ടോപ്പിക്കുകൾ സെലക്റ്റീവായി എടുത്തിട്ട് അതിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും പോവാം. ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള വന്ദേ മാതരമാണ്. നമുക്കറിയാം വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ഇനി അതിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. വന്ദേ മാതരം എഴുതിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എഴുതിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എഴുതിയിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയാണ്. ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്ദേ മാതരം എഴുതിയിട്ടുള്ള ലാംഗ്വേജ് ഏത്. ഓപ്ഷനായിട്ട് പലപ്പോഴും കണ്ടുവരാറുള്ളത് ഗുജറാത്തി, ഹിന്ദി, ബംഗാളി അങ്ങനെയൊക്കെയാണ്. അതിൽ ബംഗാളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തതായി ചോദിക്കാറുള്ളത് വന്ദേ മാതരം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ്. അതായത് ആനന്ദമഠം നോവൽ 1882 സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് അച്ചടിച്ചു വന്നിട്ടുള്ളത് വന്ദേ മാതരം ഫസ്റ്റ് അച്ചടിച്ചു വന്നിട്ടുള്ളത് ബംഗാളി ജേണലായിട്ടുള്ള ബംഗാദർശൻ എന്നതിലാണ്. അത് അച്ചടിച്ചു വന്നിട്ടുള്ള വർഷം 1875 നവംബർ 7 ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ഇതും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റായി കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം ആലപിച്ച സമ്മേളനം. അടുത്തത് വന്ദേ മാതരത്തിൻ്റെ രാഗം ഏതെന്നാണ്. വന്ദേ മാതരത്തിൻ്റെ രാഗം ദേശരാഗമാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ജഗന്നാഥ ഭട്ടാചാര്യയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ജഗന്നാഥ ഭട്ടാചാര്യയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡാണ്. ഇതും ഒരുപാട് തവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 52, 54, 65, 62 ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് കാണാറുണ്ട്. ശരിയായ ഉത്തരം 65 സെക്കൻഡാണ്. വന്ദേ മാതരം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മീറ്റിങ്ങിൽ 1947 ഓഗസ്റ്റ് 14 പാടിയത് സുചേത്ര കൃപാലിനിയാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് 1950 ജനുവരി 24 ഇതും ഏറ്റവും കൂടുതൽ തവണ 10th ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.